ഇന്നും മാഘമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തജന തിരക്കുകൾ ഒരുപാടുണ്ട്. ഒരുപാട് പേർ ഈ ഒരു ത്രിമൂർത്തി സംഗമ സ്ഥാനമായിട്ടുള്ള തിരുനാവായയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കൂടാതെ തന്നെ ഒരുപാട് സ്വാമിമാരും അക്കൂരിമാരും ആയിട്ടുള്ള ഗുരുക്കന്മാരെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നും കൂടാതെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തന്നെ വന്ന് ഈ തിരുനാവായ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഘമഹോത്സവം ചടങ്ങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പായസമാണെങ്കിലും പാനകമാണെങ്കിലും ഈ ഒരു യാഗശാലയ്ക്ക് പുറത്തുള്ള കൗണ്ടറിൽ ഏകദേശം നിള ആരതി നടക്കുന്നതിന് തൊട്ട് മുമ്പിലുള്ള ഒരു വഴിപാടും മറ്റ് പായസവും പാനകവും എല്ലാം ലഭിക്കുന്ന കൗണ്ടറിൽ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഈ ബ്രഹ്മക്ഷേത്രമായിട്ടുള്ള ചെറുതിരുനാവായയിലേക്കും തവനൂരിലേക്കും പോകുന്ന ആളുകൾ ഈ ഒരു കാണുന്ന വഴിയിലൂടെ ബ്രഹ്മക്ഷേത്രത്തിലേക്കും ചെറുതിരുനാവായയിലേക്കും തവനൂർ ഭാഗത്തേക്കും പോകുന്നുണ്ട്. അവിടെ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മഹാദേവ് ദ്വാർ കൂടാതെ ബ്രഹ്മ ദ്വാർ എന്ന് പറഞ്ഞ 2 കവാടങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബ്രഹ്മക്ഷേത്രത്തിലേക്കുള്ള വഴിയും ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയും ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. ഈ ഒരു കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള തിരുനാവായയുടെ ഒരു ഭാഗം തന്നെയാണ്. തവനൂർ പ്രദേശമായിട്ടുള്ള ബ്രഹ്മക്ഷേത്രമാണ് ഈ കാണുന്നത്. തിരുനാവായ നാമമുന്ത ക്ഷേത്രത്തിന് നേരെ മുമ്പിലാണ് ഇതുള്ളത്. ഏകദേശം 1 കിലോമീറ്ററോളം തിരുനാവായ കിഴക്ക് ഭാഗത്ത് നിന്ന് നടന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ കഷ്ടി നടന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മദ്വാരായിട്ടുള്ള ഈ കവാടത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ്. കൂടാതെ തന്നെ വലതുവശത്ത് ഈ ഒരു തിരുനാവായ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ചെറുതിരുനാവായ ശിവക്ഷേത്രത്തിന് തൊട്ടടുത്ത് ചേർന്നിരുന്ന ഊട്ടുപുരയിൽ ഇപ്പോൾ ഈ ഒരു മാഘമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്ക് അന്നദാനം സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നിള ആരതിക്ക് ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്കുകൾ കാരണം നിള ആരതി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും ഒരു നിള ആരതി പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ട് ഇപ്പോൾ ഈ ഇടയായിട്ട് അത് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അക്കൂരി പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അക്കൂരിമാരായിട്ടുള്ള സ്വാമിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത്തരം കാഴ്ചകളെല്ലാം സന്ദർശിച്ച് മടങ്ങുന്ന ഒരുപാട് ഭക്തജനങ്ങളെ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ കാണാം. അപ്പോൾ ഇതൊരു വലിയ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത്. സത്യത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അത് മാമാങ്കമായിട്ടാണ് കൊണ്ടായിരുന്നത്. ഈ തവണ അത് വലിയ കുംഭമേള ആയിട്ട് തന്നെയാണ് കൊണ്ടാടുന്നത്.